ഓക്കെ. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരു സാധനം, ഇമ്മെറ്റീരിയലായ ഒരു സാധനത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുറത്തു നിൽക്കുന്ന പദാർത്ഥമല്ലാത്ത ഒരു സാധനം, ഇതിനകത്ത് നിൽക്കുന്ന പദാർത്ഥമാണ് നമ്മള്, എന്റെ ഇരിക്കുന്ന പേന, ഇവിടുത്തെ സൂര്യൻ, ചന്ദ്രൻ, ആകാശ, നക്ഷത്രങ്ങള്, എല്ലാം അള്ളാഹു ഒഴികെയുള്ള എല്ലാം പദാർത്ഥങ്ങളാണ്. എല്ലാം പദാർത്ഥങ്ങള്. ഇത്ര ഓക്കെ അല്ലേ? കൈപൊക്കി വിടുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതെല്ലാം ഉണ്ടാകണം. കാരണം ഇതിനകത്ത് നിൽക്കുന്ന എല്ലാത്തിനും ഇല്ല എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇല്ല എന്നൊരവസ്ഥ. അതിനു മുമ്പ് എന്താ, അവിടെ ഫ്രീ ആയിട്ട് ശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. ആ വസ്തു വന്നു തുടങ്ങി. 7 മണിക്ക് തുടങ്ങി, 6 മണിക്ക് തുടങ്ങി, 5 മണിക്ക് തുടങ്ങി. അപ്പൊ സമയം പോലും എന്താണ്? സൃഷ്ടിയാണ്. സമയം പോലും അള്ളാഹു ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ ഇതിന്റെ പുറത്തെന്താണ്? പുറത്തൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോ അവിടെ നിൽക്കുന്ന അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തുടങ്ങേണ്ട ആവശ്യമില്ല. ഈ അള്ളാഹു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹു എന്തായിരിക്കും? ഒരു സ്പേസിനകത്തായിരിക്കും. അപ്പൊ ആ അള്ളാഹുവിനെ വേറെ ആരോ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. ഞാന് ഇത് ഇത്രയും മനസ്സിലാക്കി ഒരു സംഭവം പറയാം. പണ്ട് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്ത്, അന്ന് യുക്തി ചിന്തയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് എന്ന ഖുർആൻ ആയത്തിനെ എടുത്തു വെച്ചിട്ട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന് എല്ലാം കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന് മറ്റൊരു അള്ളാഹുവിനെ സൃഷ്ടിച്ചുകൂടാ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഒരു അള്ളാഹുവിന് മറ്റൊരു അള്ളാഹുവിനെ സൃഷ്ടിച്ചുകൂടാ? എല്ലാത്തിനും കഴിയുമല്ലോ. പെട്ടെന്ന് പണ്ഡിതന്മാരടക്കം ഉത്തരം മുട്ടിപ്പോയി. എല്ലാവരും ഉത്തരം മുട്ടിപ്പോ. ഖലീഫ ഹാറൂൺ റഷീദ് ഭയങ്കര സങ്കടം വന്നു. കാരണം ഒരു മുഅ്തസിലിയ എന്ന് പറഞ്ഞ അന്നത്തെ യുക്തി ചിന്ത ആൾക്കാര്, അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ കൊട്ടാരത്തിലുള്ള പണ്ട് സ്കോളേഴ്സിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലല്ലോ. ഒരു പയ്യനാണ്, ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു പയ്യനാണ് വന്ന് ആൻസർ പറഞ്ഞത്. ആൻസർ എന്താണെന്നറിയാമോ പറഞ്ഞത്? എല്ലാ പണ്ഡിതന്മാരും ഉത്തരം മുട്ടി നിന്നു. കാരണം അള്ളാഹുവിന് എല്ലാം കഴിയുള്ളൂ. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ പിന്നെ എന്തിന് വേറൊരു അള്ളാഹുവിനെ സൃഷ്ടിച്ചുകൂടാന്ന് ചോദിച്ചു. ദാറ്റ്സ് നൈസ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദ്യം ചോദിക്കാം, പക്ഷെ ഉത്തരം ഈ ചെറുക്കം എന്ന് പറഞ്ഞ ഇതാണ്, തീർച്ചയായിട്ടും പറ്റും. അള്ളാഹുവിന് മറ്റൊരു അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ ഒറ്റ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അള്ളാഹു സൃഷ്ടിക്കുന്ന അള്ളാഹു എപ്പോഴും സൃഷ്ടിയായിരിക്കും, മറ്റേ അള്ളാഹു സൃഷ്ടാവുമായിരിക്കും. മനസ്സിലായോ? പുറത്തു നിൽക്കുന്ന അള്ളാഹുവിനെ സൃഷ്ടിക്കാം, പക്ഷെ ആ അള്ളാഹു എന്തായിരിക്കും? ഈ അള്ളാഹുവിന്റെ സൃഷ്ടിയായിരിക്കും. ഒറിജിനൽ അള്ളാഹു എന്ന് പറയുന്നത് ആദ്യത്തെ സൃഷ്ടാവായിരിക്കും. അപ്പൊ അടുത്ത അള്ളാഹുവിനെ വേറെ സൃഷ്ടിക്കാം. എപ്പോഴും സൃഷ്ടാവായിട്ട് നിൽക്കുന്നവന് തുടക്കമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഔവൽ എന്നൊരു പേര് വന്നത്. കേട്ടിട്ടുണ്ടോ? ഔവൽ, ആദ്യമേ ഉള്ളവൻ. ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ഈശ്വര, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? പറ. വൈ? മുട്ടയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് കോഴി ഉണ്ടാക്കാം. അതിന്റെ ഉത്തരം ആദം നബി പോലെ തന്നെയാണ്. കോഴി ഓക്കെ, കോഴിയാകാം, മേ ബി മുട്ടയാകാം. എന്താണെങ്കിലും അത് ഉണ്ടാകാനുള്ള ഒരു സാധനം ഫസ്റ്റ് സൃഷ്ടിക്കേണ്ടി വരും. ആദം നബി ഒരു പൂർണ്ണമായിട്ടൊരു മനുഷ്യനായിട്ട് തന്നെയാണ്. ആദം നബി ഉമ്മ മുലപ്പാൽ കൊടുത്ത് വളർത്തിയതല്ല, പൂർണ്ണമായിട്ട് തന്നെ ഭൂമിയിലോട്ട് ഒന്നാമത് സൃഷ്ടിക്കുകയാണ്. ഇനി അതിൽ നിന്നും എന്ത് ചെയ്യും? സാധാരണ പ്രോസസ്സ് ഉണ്ടാവും. കോഴി ഒന്നുകിൽ ഒരു കോഴിയെ ഫുള്ളായിട്ട് സൃഷ്ടിക്കുകയാണ്. ഇനി അതിൽ നിന്നും കോഴിക്കുഞ്ഞും മുട്ട വിരിഞ്ഞുണ്ടാകും. അപ്പൊ എല്ലാത്തിന്റെയും ഒന്നാമത്തെ സാധനം അള്ളാഹു ഭൂമിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യും? പിന്നെ ഡെവലപ്പ് ചെയ്യും. അതിനെ പുറത്തു നിൽക്കുന്ന അള്ളാഹുവിനെ ആരും സൃഷ്ടിക്കേണ്ട കാര്യമില്ല, അള്ളാഹു ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ വലിയൊരു ചോദ്യത്തിന് ഇപ്പോൾ ഇവിടെ ഉത്തരം കിട്ടി. അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഉസ്താദന്മാർ ഇബിലീസാണ് നിന്നെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കുന്നത്, ഹമുക്കെ ഹയവാൻ എന്ന് വിളിച്ച് നമ്മളെ ഒടിച്ചു കളയുമായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിരീശ്വരവാദത്തെ ക്വസ്റ്റ്യൻ അവർക്കൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ ചോദ്യം തന്നെ അപ്രസക്തമാണ്, മണ്ടത്തരമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ആർക്കും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. കാരണം സൃഷ്ടിക്കാൻ സാധിക്കുന്നവനാണ് സൃഷ്ടാവ്. സൃഷ്ടാവിന് മുമ്പ് മറ്റൊന്ന് കാണരുത്, സൃഷ്ടാവ് മാത്രമാണ് തുടക്കക്കാരൻ. അതുകൊണ്ടാണ് ഇത് ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം മെറ്റീരിയൽ ആണ്.
ഓക്കെ, ക്ലിയർ? മാഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ വിഗ്രഹാരാധകർ ചെയ്യുന്ന എന്താണ്? ഈ മെറ്റീരിയൽ ലോകത്ത് കിടന്ന്, മെറ്റീരിയലിസ്റ്റിക് ആയ ആ ലോകത്ത് കിടന്ന് ഒരു മെറ്റീരിയലിനെ എടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്തിനെ? ഒരു കല്ലിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് മെറ്റീരിയലായ മനുഷ്യൻ മെറ്റീരിയലായ കല്ലിനെ പ്രാർത്ഥിക്കുന്നു, മെറ്റീരിയലായ മനുഷ്യൻ മെറ്റീരിയലായ പശുവിനെ പ്രാർത്ഥിക്കുന്നു, മെറ്റീരിയലായ മനുഷ്യൻ മെറ്റീരിയലായ മനുഷ്യനെ മനുഷ്യ ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്നു, മെറ്റീരിയലായ മനുഷ്യൻ മെറ്റീരിയലായ ഔലിയാക്കന്മാരെ പോയി ഇടയാളന്മാരെ നിർത്തുന്നു. അങ്ങനെ ഈ ലോകത്ത് അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മെറ്റീരിയലിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മീൻസ് സൃഷ്ടി തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതാണ് പഠിച്ചവൻ പറഞ്ഞത്, തേടുന്നവനും ബലഹീനൻ, തേടപ്പെട്ടവനും ബലഹീനൻ. മനസ്സിലായോ? താലിബു വൽ മത്ലൂബു ആയത്ത് അവസാനിപ്പിച്ച് അങ്ങനെയാണ്. വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും സൃഷ്ടിയാണ്, പ്രാർത്ഥിക്കപ്പെട്ടവനും സൃഷ്ടിയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഒരു സ്കോപ്പുമില്ല, ഒരു സ്കോപ്പും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അങ്ങനെ പറഞ്ഞു പോകാനുണ്ട്. തൽക്കാലം നമുക്കത് വിട്ടുകളയുന്നു. അപ്പൊ അടുത്ത ആയത്തിൽ പറഞ്ഞാണ് മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ ഇവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് സംഭവം. അള്ളാഹിനെ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇടയ്ക്കൊരു എക്സാമ്പിൾ പറഞ്ഞത്. അള്ളാഹു, നമ്മൾ പാപിയാണ്, അള്ളാഹുവിനൊക്കെ നമുക്ക് അടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒരു ഇടയാളന്റെ ആവശ്യം എപ്പോഴും ഉണ്ട്. അപ്പൊ പി സി ജോർജ് പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെയാണ് ഈ മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതും എന്താണ്? അള്ളാഹിനെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, പടച്ചവൻ എന്താന്ന് മനസ്സിലായിട്ടില്ല. അവര് വിചാരിച്ചിരിക്കുന്നത് അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ നിൽക്കുന്ന നമ്മളെ പോലുള്ള അടിമകളുടെ മൈൻഡും രഹസ്യവും പരസ്യവും, ഞാൻ അള്ളാഹിനെ ആരാധിക്കാത്തതൊന്നും എന്തില്ല, അള്ളാഹ്ക്ക് അറിയില്ല. അപ്പൊ അള്ളാഹിനെ പറ്റിക്കാൻ പറ്റും. വേറൊരു മഹാനായ വ്യക്തി പോയിട്ട് അള്ളാഹ് നമ്മുടെ പാർട്ടി ആട്ടോ, കുഴപ്പമില്ല, ഓക്കെ ആവെന്ന് പറയുമ്പോൾ അയാള് പറഞ്ഞിട്ട് വേണം അള്ളാഹ്ക്ക് നമ്മളെ പറ്റി ബോധ്യപ്പെടാൻ. നോക്കി ആ മണ്ടത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കബറിൽ കിടക്കുന്ന മഹാനായ വ്യക്തിയുടെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് വേണം പടച്ചവന് നമ്മളെ ബോധ്യപ്പെടാൻ. നമ്മൾ ചോദിച്ചാൽ കിട്ടൂല അത്രയും. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയണേ? ഇനി കേട്ടി പറഞ്ഞു കൊടുത്താൽ മതി. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, പടച്ചവനെ മനസ്സിലാകാത്തത് കൊണ്ടാ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, പടച്ചവൻ ഹൃദയത്തിന്റെ അലീമും ബിദാത്ത്, ദാത്ത് എന്ന് പറഞ്ഞതാ ഹൃദയത്തെ പൊടിച്ച് എന്റെ ലാസ്റ്റത്തെ മൈന്യൂട്ട് പീസാണ് ദാത്ത് എന്ന് പറയുന്നത്. അതിനെ പോലും അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളെ അത്രയും നമ്മൾ അറിയാം. നമുക്ക് നമ്മളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. നോക്കാം, ലാസ്റ്റ് അവിടെ വരുന്നുണ്ട് ആ പോയിന്റ്. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. നോക്കിയേ, തീർച്ചയായും അള്ളാഹു കവിയാണ്, അസീസാണ്. കവി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തനാണ്, ശക്തൻ. ഈ ശക്തൻ എന്ന് പറയുമ്പോ അള്ളാഹ്ക്ക് കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുകയാണ് അള്ളാഹ്ക്ക് ചില കാര്യങ്ങൾ കഴിയൂല. അതായത് ഈ ഹിന്ദുക്കളുടെയൊക്കെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ചിലവർ പറയും അവിടെ പോയാൽ അതിന് ശക്തി കുറവാണ്, എന്താ ഇന്നടുത്ത് പോയാൽ നല്ല അച്ചട്ട് ഫലമാണ്. ഔലിയാക്കന്മാരെ പറ്റിയും പറയും, അജ്മീർ പോയി കഴിഞ്ഞാൽ പക്കാണ്, പക്ഷേ കോലാലമേട് പോയി കഴിഞ്ഞാൽ അത്ര ഒരു ഫലം ഇല്ല. ചിലർ ഇന്ന കൺസൾട്ടേഷൻ, ഇന്ന ഡോക്ടർ സൂപ്പറാന്ന് പറയുന്ന പോലെ ഭീമാപ്പള്ളിക്ക് വെക്കും, അല്ലെ കോലാഹലമേട് വെക്കും, അല്ലെ ഇന്നുണ്ട്. ഇങ്ങനെ പൊട്ടന്മാരാണ്. പഠിച്ച കവിയാണ്, കവിയ് ശക്തനാണ്. അള്ളാഹ്ക്ക് ശക്തി ഇല്ലാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ അസീസുമാണ്, പ്രതാപവാനാണ്. പ്രതാപവാൻ അജയ്യനാണ്, തോൽക്കത്തില്ല. അതിൽ നിന്നാണ് ഇസ്സത്ത് പോലും ഉണ്ടായത്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അന്തസ്. നമുക്കും വേണം അന്തസ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് അള്ളാഹു നമ്മളോട് നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അന്തസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിച്ചു കളയാൻ പാടില്ല. നമ്മുടെ കൈ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അനുകമ്പ, സോക്രട്ടീസിന്റെ ഒരു തോട്ടുണ്ട്, അനുകമ്പ സ്വീകരിക്കുന്നതിനേക്കാൾ ഉത്തമം അനുകമ്പ കാണിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം, കെയർ ചെയ്യുന്നവരായിരിക്കണം. നമ്മളെ കെയർ ചെയ്യാവോ എന്ന് ചോദിച്ച് നടക്കരുത്. എപ്പോഴും ഇസ്സത്തുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ആ ഇസ്സത്ത് ഇസ്ലാം വഴിയാണ് നമുക്ക് കിട്ടിയത്. ആ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണം.
ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഹദീസ് ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഒട്ടകപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ കുതിരപ്പുറത്തിരിക്കുന്ന സഹാബാക്കൾ അവരുടെ ചാട്ടവാറ് അല്ലെ എന്തെങ്കിലും സാധനം മുകളിൽ താഴെ വെക്കഴിഞ്ഞാൽ ഇറങ്ങണേ ഭയങ്കര പാടാ. 8 ഹൈറ്റ് ഒക്കെ ഉണ്ട് നല്ല കുതിരയ്ക്കും ഒക്കെ. അപ്പൊ റോഡിൽ കൂടെ ഒരാൾ വരും, അതെ അതൊന്ന് എടുത്തു തരാമോ, നമ്മൾ ചോദിക്കൂലേ, കൊണ്ടല്ലേ എടാ അതൊന്ന് എടുത്തു തരാം, ഞാനടക്കം ചോദിക്കൂട്ടോ. പക്ഷെ സഹാബാക്കൾ അതിനുശേഷം ചോദിക്കൂലായിരുന്നു. എന്നാ പറയാ, വേറൊരാളുടെ മുമ്പിൽ താഴൂല, സ്വന്തമായിട്ട് ആരോഗ്യം ഉണ്ടല്ലോ, പാടെ ഇറങ്ങി എടുത്തിട്ട് കയറും. അതായത് വേറൊരാളുടെ മുമ്പിൽ ഒരു സഹായം ചോദിക്കാനുള്ള ഒരു മടി എപ്പോഴും നമ്മൾ കൊടുക്കുന്നവരാണ്. നോക്കി എത്ര നല്ല കൺസെപ്റ്റാണ് ഇത്. അള്ളാഹുവിന്റെ അസീസ് എന്ന് പറയുന്ന ആ സിഫത്തിൽ നിന്നും വന്നതാണ് ആ ഇസ്സത്ത് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് യാചനയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത്. മുസ്ലിമീങ്ങള് ഖുർആനൊക്കെ പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ യാചകരുണ്ടാവൂല. എന്താന്ന് വെച്ചാൽ നമ്മുടെ മഹല്ലിൽ നിന്ന് ഒരാളെ യാചിക്കാൻ വിടുന്നത് പോലും ശുക്രിന്റെ തലത്തിലുള്ളവർക്ക് നാണക്കേടാ. കാരണം അള്ളാഹുവരോട് ചോദിക്കും, അപ്പൊ അള്ളാഹു അവരെ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, നിങ്ങൾ പോകാൻ പാടില്ല. ഒന്ന് നാണക്കേടാണ്. കൊടുത്തു. 75 ആയത്ത്. അള്ളാഹു യസ്തഫ, അള്ളാഹു യസ്തഫി. നിങ്ങൾ വായിക്കും, ആരെങ്കിലും വായിച്ചോ? വായിച്ചോ? വായിക്കുന്നില്ലേ? അർത്ഥം ഇത് തന്നെ പഠിച്ചവന്റെ മറ്റൊരു സിസ്റ്റമാണ് ഈ പറയുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ആയത്തിൽ പറയുന്നത് അൾട്ടിമേറ്റ് പവർ അള്ളാഹുവിനെ കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഭാഗികമായെങ്കിലും പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം മാറും, ജീവിതം മാറും, ആരാധനാ രീതി മാറും, പെർസ്പെക്റ്റീവ് മാറും, എല്ലാം മാറും പഠിച്ചവനെ കുറിച്ചുള്ള. അത് പറഞ്ഞതിന് ശേഷം ഇനി പറയണം അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി. അള്ളാഹു യസ്തഫി, പരിശുദ്ധമായ സെലക്ഷൻ, ദ ഹോളി സെലക്ഷൻ. മുസ്തഫ എന്ന് പറഞ്ഞ വാക്ക് അതിൽ നിന്ന് വന്ന മുസ്തഫ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. അള്ളാഹു യസ്തഫി, അള്ളാഹു തെരഞ്ഞെടുക്കുന്നു. മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നും, റുസുലൻ, ദൂതനെ. അതായത് അള്ളാഹുവിന് കോടിക്കണക്കിന് മലക്കുകളുണ്ട്. അതിന് അള്ളാഹു വഹീ കൊണ്ടുവരാൻ വേണ്ടി ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിന്റെ സൗകര്യമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹു ആരെ തെരഞ്ഞെടുത്തു വഹീ കൊണ്ടുവരാൻ വേണ്ടി? ആരെ തെരഞ്ഞെടുത്തു? ജിബ്രീൽ അലൈഹിസ്സലാം, തനസ്സലുൽ മലായികത്തി വറൂഹു ഫീഹ. ജിബ്രീൽ അലൈഹിസ്സലാം തെരഞ്ഞെടുത്തു. പിന്നെ വമിനന്നാസി, ജനങ്ങളിൽ നിന്നും പടച്ചവൻ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആരെയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പോ ഇവിടെ തന്നെ ജൂതന്മാരും ക്രൈസ്തവരും ചോദിക്കുന്നുണ്ട്, ഇനി ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞങ്ങൾ ബൈബിൾ വഴി കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ അത് ഞങ്ങളുടെ വംശത്തിൽ നിന്നായില്ല, അറബികളിൽ നിന്ന് തെരഞ്ഞെടുത്തു. സോ അതാണ് ഞങ്ങൾക്ക് പിൻപറ്റാൻ പറ്റാത്തത്. പോയി പണി നോക്കാൻ പഠിച്ചാണ്, പോയി പണി നോക്ക്. അള്ളാഹു തെരഞ്ഞെടുക്കും, എവിടുന്നും തെരഞ്ഞെടുക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉൾക്കൊണ്ടാൽ മതി. അപ്പോ അറബികളിൽ നിന്നും തെരഞ്ഞെടുത്തു എന്നതിന് പേരിലാണ് ജൂതന്മാരും ക്രൈസ്തവരും റസൂലുള്ളാഹിയെ ഉൾക്കൊള്ളാത്തതിന്റെ കാരണം. പിന്നെ മറ്റൊരു കാരണം കൂടെ പറയാം. നമ്മൾ അല്പം കൂടി ചരിത്രം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാജറ ബീവിയുടെ പുത്രനായ, ആരാ ഹാജറ ബീവിയുടെ പുത്രൻ? ഇസ്മായിൽ. ഹാജറ ബീവിക്ക് സാറാ ബീവിയിൽ ഉണ്ടായ മറ്റൊരു മകനും ഉണ്ടായിരുന്നു. ഹു ഇസ് ദാറ്റ്? ആരാ? അപ്പൊ ഇബ്രാഹിം നബിയെ ഒരു വൃക്ഷമായിട്ട് കാണുക, ഒരു വൃക്ഷമായിട്ട് ഇബ്രാഹിം നബിയെ കാണുക. ഇബ്രാഹിം നബിയുടെ ഒരു ചില്ല ഇസ്മായിൽ നബിയും ഒരു ചില്ല ഇസ്ഹാഖ് നബിയും, എന്നുവെച്ചാൽ ഹാജറ ബീവിയും സാറാ ബീവിയും. സാറാ ബീവി ഭാര്യയായിട്ടുള്ളപ്പോൾ മക്കളില്ലാത്തത് കൊണ്ടാണ് ഹാജറ ബീവിയെ കല്യാണം കഴിയുകയും അതിൽ ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടാകുകയും മക്കയിൽ വന്ന് താമസിക്കുകയും അവിടെ ഇസ്മായിൽ നബിയെ അറക്കാനൊക്കെ പോയ സംഭവം ലാസ്റ്റ് കഅബ പണിത് ഒരു സംഭവം ഉണ്ടാക്കി. ആരൊക്കെ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി. എന്നിട്ട് ഇബ്രാഹിം നബി എങ്ങോട്ട് പോയി? നേരെ ഈജിപ്തിലേക്ക്, ഇറാഖിലേക്ക് പോയി. അവിടെ പോയപ്പോ അവിടെ ആരുണ്ട്? സാറയുണ്ട്. സാറയിൽ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയാണ് ഇസ്ഹാഖ്. അപ്പൊ ഇബ്രാഹിം എന്ന വൃക്ഷത്തിൽ രണ്ട് ചില്ലയിലും രണ്ട് സന്താനങ്ങൾ. പക്ഷെ ഇനി അള്ളാഹു എന്ത് ചെയ്യുന്നറിയാം? പ്രവാചകന്മാരെ മുഴുവനും കൊടുക്കുന്നത് ഇസ്ഹാഖ് പരമ്പരയിലാണ്.
ഇസ്ഹാഖ് നബിയുടെ മകൻ യഅ്കൂബ് നബി, അവിടുന്ന് യൂസുഫ് നബി, അവിടുന്ന് ബനു ഇസ്രായേൽ, അവിടുന്ന് മൂസ നബി, ദാവൂദ് നബി, ഈസാ നബി, അങ്ങനെ കൊടുത്തു. അപ്പൊ ജൂത ക്രൈസ്തവർ മുഴുവനും കിടക്കുന്നത് ഈജിപ്ത് ഏരിയയിലാണ്, അരാമിക് ഹീബ്രു ഭാഷയിൽ. അറബി എന്ന് പറയുന്നത് ഇസ്മായിൽ നബിയിലാണ് അറബി കിടക്കുന്നത്. എവിടെ? മക്കയിൽ. അല്പം കൂടി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ കൂട്ടത്തിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്. അത് ബൈബിളിലാണ് പറയുന്നത്. ആ മകന്റെ പേര് സാം എന്നായിരുന്നു. ആ സാമിൽ നിന്നുമാണ് ലോകത്ത് 8 വർഗങ്ങളും മതങ്ങളും ഉണ്ടായത്. സെമിറ്റിക് ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ? സെമിറ്റിക് ലാംഗ്വേജ് അത്രയൊന്നും ബാക്കിലേക്ക് പോകണ്ട. സെമിറ്റിക് ഭാഷയിലെ ഒരു ഭാഷയാണ് അറബി, ഒരു ഭാഷയാണ് ഹീബ്രു, ഒരു ഭാഷയാണ് അരാമിക്. അപ്പൊ ഇതെല്ലാം ഈ സാമിൽ നിന്നും വന്ന മക്കളാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്ഹാഖ് പരമ്പരയിലെല്ലാം അരാമിക് ഭാഷയും ഹീബ്രു ഭാഷയുമാണ് അവർ കൈകാര്യം ചെയ്തത്. ഇസ്മായിൽ നബി അറബി കൈകാര്യം ചെയ്തു. എന്നാൽ ഇസ്മായിൽ നബിയിൽ പിന്നീട് എന്തുണ്ടായില്ല? പ്രവാചക പരമ്പര ഉണ്ടായില്ല. സാധാരണ മനുഷ്യരാണ് അവിടെ ഉണ്ടായത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പുപ്പായിലേക്ക് പോകുമ്പോൾ അവർ പക്കാ പ്യൂർ അറബികളാണ്, കച്ചവടക്കാരാണ്. ഒരിക്കലും അവർ എന്തല്ല, പ്രവാചകന്മാരല്ല. പക്ഷേ ഇവിടെ കിടക്കുന്ന മുഴുവൻ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരൊന്നും അറബികളല്ല. അതുകൊണ്ടാണ് ഈസ, മൂസ, ദാവൂദ്, ഇതുപോലുള്ള നൂഹ്, ഈ പേരുകളെല്ലാം അറബി പേരുകളല്ലാത്തത്. ഇതിലൊന്നും അർത്ഥമില്ല. ഈസ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ല, മൂസ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ല, ഇബ്രാഹിമിന് അർത്ഥമില്ല, ഇസ്ഹാഖിന് അർത്ഥമില്ല, യൂസുഫിന് അർത്ഥമില്ല. ഇതൊന്നും അറബി പേരുകളല്ല, ഇത് അനറബി പേരുകളാണ്. ഓക്കെ. ഇവിടെ അപ്പം ഇവര് കാത്തിരിക്കുന്നുണ്ട് ഇനി ഒരു പ്രവാചകനെ. ലാസ്റ്റ് വന്ന ക്രൈസ്തവര്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫോളോവേഴ്സ് കാത്തിരിപ്പുണ്ട് ഇനി ഒരു പ്രവാചകനെ. പക്ഷേ പ്രവാചകൻ വന്നു, അവരുടെ വംശത്തിൽ നിന്നല്ല വന്നത് ഇസ്മായിൽ വംശത്തിന്റെ ലാസ്റ്റ് കണ്ണിയിൽ നിന്നാണ്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇസ്തഫ, തെരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും അപ്പുറത്തെ കണ്ണിയിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അടിമ ഞങ്ങളുടെ അബ്രഹാം പിതാവിന്റെ അടിമ ഭാര്യയിൽ നിന്നുമുള്ള, ഹാജറ അടിമയായിരുന്നല്ലോ, അടിമ സ്ത്രീയിൽ നിന്നും ഉണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ. ആ പരമ്പരയിൽ നിന്ന് വന്ന മുഹമ്മദിനെ ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞങ്ങളാണ് സ്വതന്ത്ര ഭാര്യയായ സാറയുടെ സന്താന പരമ്പര. ഇതിൽ നിന്നുമാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഇത് തന്നെയാണ് അഹങ്കാരം, ഇബിലീസിന്റെ ഒരു തോട്ട് അവിടെ വരുന്നത്. അള്ളാഹു അപ്പൊ അവിടെ നിന്ന് മാക്സിമം പ്രവാചകന്മാരെ കൊടുത്തിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്ത? ഒരിക്കലും ആ പ്രവാചകനെ ഉൾക്കൊള്ളുകയോ ആ വേദഗ്രന്ഥത്തെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ അവസാനം അവരുടെ ചാൻസ് കളഞ്ഞിട്ടാണ് കിബില മാറ്റം പോലും നടക്കുന്നത്. കാബയ്ക്ക് മുമ്പ് ഏതായിരുന്നു കിബില? മസ്ജിദുൽ അഖ്സ. അതായത് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ബത്ലഹേമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജെറുസലേം ജനനവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ വേദഗ്രന്ഥവും അന്നത്തെ കാലത്തെ കിബിലയും അന്നത്തെ കാലത്തെ ലോകത്തെ ഏറ്റവും ഉത്തമ സമുദായം എന്ന് പറയുന്നത് എന്താണ്? ബനു ഇസ്രായേൽ ആയിരുന്നു. പക്ഷെ അവര് ഓരോ പ്രവാചകൻ വരുമ്പോഴും പ്രവാചകനെ സ്വീകരിക്കാതിരിക്കുകയും കുറച്ചാളുകൾ പിൻപറ്റുകയും ആ പ്രവാചകനെ കൊന്നുകളയുകയും വേദഗ്രന്ഥങ്ങളെ എഡിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഇനി നീയൊന്നും അങ്ങനെ മുന്നോട്ട് പോകണ്ട, ഇനി നിങ്ങളെ ഭൂമിയിൽ നിന്നും പഠിച്ചവൻ മാറ്റിയിട്ട് മറ്റൊരു ജനതയെ ഭൂമിയുടെ ഏറ്റവും ഉത്തമ വർഗമായിട്ട് കൊണ്ടുവരാനും അവരുടെ കിബിലയെ ഭൂമിയിലെ ടോപ്പാക്കി മാറ്റുവാനും പഠിച്ചവൻ ഉദ്ദേശിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തെരഞ്ഞെടുത്തത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തെരഞ്ഞെടുത്തതിന് ശേഷം നുബൂവത്ത് കിട്ടി. കുറച്ചു നാള് മസ്ജിദുൽ അഖ്സ തന്നെയായിരുന്നു ഫോളോ അപ്പ് നടത്തിയത്. അപ്പൊ കുറെ ജൂതന്മാരും റസൂലുള്ളാഹിയുടെ കൂട്ടത്തിൽ കൂടി. പക്ഷേ സൂറത്തുൽ ബഖറയുടെ സയഖൂലു സുഫഹാഉ എന്ന് തുടങ്ങുന്ന ജുസുവില് അള്ളാഹു ഒരൊറ്റ തിരിച്ചു. അള്ളാഹുവിന്റെ ആ അള്ളാഹുവിന്റെ പ്ലാനിങ് ഇതായിരുന്നു: ഇനി മുതൽ മുഹമ്മദ് മുസ്തഫ ആണ് ലോകത്തിന്റെ നേതാവ്, ഇനി മുതൽ കഅബയാണ് ലോകത്തിന്റെ കിബില, മസ്ജിദുൽ അഖ്സ അല്ല. അത് 2ാം സ്ഥാനം. ജൂതന്മാരുടെ പാരമ്പര്യത്തിന് ഒരു പ്രവാചനം കൊടുക്കുന്നുമില്ല. കാരണം എന്താ? മാക്സിമം അവസരം കൊടുത്തു നശിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്നുണ്ട്, നിന്റെ കൗമ് ഇതുപോലെ ഇതിനെ നശിപ്പിച്ച് ഈ ഖുർആനെ ഫോളോ അപ്പ് നടത്തിയില്ല എങ്കിൽ നിങ്ങളെയും തുടച്ചു കളയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹു വാണിംഗ് കൊടുക്കുന്നത്, നബിയെ
നീ എങ്ങാനും പഴയവന്മാരെ പോലെ, ജൂതന്മാരെ പോലെ, ക്രൈസ്തവരെ പോലെ പെരുമാറിയാൽ നിന്റെ കണ്ടതാടി ഞാൻ മുറിച്ചു കളയെന്ന് പറയുന്നത് ആരുടെ? റസൂലുള്ളാഹിയുടെ. സ്വന്തമായിട്ട് ഖുർആൻ എഴുതുന്ന ഒരാൾ സ്വന്തമായിട്ട് വിമർശിക്കോ? അള്ളാഹ് പറയുന്നുണ്ട് റസൂലുള്ളാഹിയുടെ, നിന്റെ കണ്ടതാടി ഞാൻ കട്ട് ചെയ്ത് കളയുന്നു നീ അവന്മാരെപ്പോഴെ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ ഒരിക്കലും റസൂലുള്ളാഹി അങ്ങനെ ആവൂല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹ് മലക്കുകളെയും തെരഞ്ഞെടുക്കും, പ്രവാചകരെയും തെരഞ്ഞെടുക്കും. അള്ളാഹ്ക്ക് അറിയാം. ഇന്നല്ലാഹു സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഇനി ആയത്തൊന്നും കൂടെ വായിച്ചു നോക്കിയേ, തലമണ്ട കയറിയെന്ന് അറിയാം. വായിച്ചു നോക്കിയേ. അള്ളാഹു, ഒരാൾ വായിക്കുക, എല്ലാരും കേൾക്കട്ടെ. ആയത്തിന്റെ അർത്ഥം കിട്ടി. ഇതിനു ശേഷം കള്ളപ്രവാചകന്മാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരാൾക്ക് നബിയാകാൻ കഴിയില്ല. ചുമ്മാ കള്ളപ്രവാചകം മുസൈലിമത്തുൽ കസാബ്, മിർസ ഹുസൈൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കള്ളപ്രവാചകം 28ഓളം കള്ള നബികൾ വന്നിട്ടുണ്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം. അവർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ? അഹമ്മദിയാക്കൾ എന്ന് പറയുന്നില്ല, അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ അവർക്ക് സർ മിർസ ഹുസൈൻ, അങ്ങനെയാണെന്ന് പേര്, അങ്ങനെ ഒരു കള്ളപ്രവാചകനുണ്ട്. മുസൈലിമത്തുൽ കസാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമയത്ത് തന്നെ വന്നു. ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരവകാശിയാണ്. അദ്ദേഹത്തെയും പിൻപറ്റാൻ ആളുകളുണ്ടെന്നുള്ള, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വ്യക്തമായ ഗ്രന്ഥങ്ങളും എല്ലാ തെളിവുകളും ഉണ്ടെങ്കിലും ഒരു കള്ളപ്രവാചകൻ വന്ന് എന്തെങ്കിലുമൊക്കെ കോലം കെട്ടുമ്പോൾ കുറെ ആൾക്കാർ അതിന് കൊടുത്തു എന്നും കൂടും. നബിയാകാൻ ഒരു കോഴ്സും ഇല്ല, അത് മനസ്സിലാക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ നബിയാകാൻ പഠിപ്പിക്കുന്നില്ല. വലിയ നേതാക്കൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് മുഹമ്മദ്, അത്രേ ഉള്ളൂ. അള്ളാഹു യസ്തഫി, പഠിച്ചോ തെരഞ്ഞെടുത്തു. അള്ളാഹുവിനെ നോക്കിയേ, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉൾക്കൊണ്ടു. ആയത്ത് നമ്പർ 75, 76. യഅലമു മാ ബൈന ഐദീഹിം, വായിച്ചോളി, വായിച്ചോ. മലയാളം കണ്ടോ? മനുഷ്യരുടെ പഠിച്ചോൻ പറയുക, അള്ളാഹുവിനെ പറ്റി ഒന്നും കൂടെ പറഞ്ഞു തരുക. നമ്മുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അള്ളാഹ്ക്ക് അറിയാവുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഭാവിയും നമ്മുടെ ഭൂതവും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 3 കാലത്തെ കുറിച്ച് പറഞ്ഞില്ലേ. 3 കാലം ഏതൊക്കെയാ? വർത്തമാനം, ഭാവി, ഭൂതം. ഇതിനകത്ത് നമ്മൾ നിലകൊള്ളുന്ന ഏതിനകത്തൊക്കെയാ? ഏതൊക്കെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് അറിവുണ്ടല്ലോ. അതെ, ഭാവി കാലത്തെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ പഠിച്ചവൻ ഇവിടെ പറയുന്നതാണ്, നിന്റെ ഭൂതവും നിനക്ക് ഇനി വരാൻ പോകുന്നതും, നീ ഇനി എന്താകാൻ പോകുന്നതും, നീ ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു രോഗം വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. നമ്മൾ അള്ളാഹുവിനോട് പോയി ദുആ ചെയ്യുവാണ്, പഠിച്ചവനെ രോഗം മാറ്റണേ, ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നമാണ്. അപ്പോ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നാളെ ആ രോഗിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ അള്ളാഹുവിന് അറിയാം. ആ രോഗത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നും പഠിച്ചവന് അറിയാം. ഒരുപക്ഷെ ഡോക്ടറിന് പോലും മനസ്സിലായിട്ടില്ലായിരിക്കും. അയാൾ വീണ്ടും സ്കാനിങ്ങും നിങ്ങൾ ദൈവത്തിലോട് കൈ ഉയർത്തിക്കോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്ത് ചെയ്യുക, വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നവനുണ്ടല്ലോ, ആ റബ്ബിന് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്ന് പറഞ്ഞപ്പോൾ ആ രോഗം എപ്പോൾ തുടങ്ങിയെന്നും എത്രത്തോളം അയാൾ പെയിൻഫുൾ ആണെന്നും എപ്പോൾ മാറുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുടെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ പെർസ്പെക്റ്റീവ് പോലും മാറുക. നോക്കിയേ, സാധാരണ ഒരാൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അള്ളാഹുവും എക്സൈറ്റ്മെന്റിലാണ്. ഏതേപോലെ എന്താവും അറിയത്തില്ല.
സാധാരണക്കാരന്റെ ഒരു മൈൻഡാ പറയുന്നത്. പഠിച്ചവനും ആ വിഷയം അറിയത്തില്ല. അപ്പൊ അള്ളാഹു നമ്മളോട് അള്ളാഹുവെ മാറണേ മാറണേ മാറണേ, മൊത്തത്തിൽ ടെൻഷനാ പഠിച്ചോനെ, ഡോക്ടർ എന്ത് പറഞ്ഞു എന്താന്ന് അറിയില്ല, മൊത്തത്തിൽ മാറണേ മാറണേ മാറണേ. അപ്പൊ ഈ ഒരു നമ്മൾ മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയത്തില്ലേ, അള്ളാഹുവിന് മുമ്പ് ഇപ്പം അങ്ങനെയല്ല പോണ്ടത്. നിലവിൽ എന്താണ് അവസ്ഥയെന്നും ഇനി എത്രത്തോളം ഇത് മരിക്കുവോ ജീവിക്കുവോ എത്ര ദിവസം കഴിയുമ്പോൾ ഷിഫയാവുന്ന എല്ലാം അള്ളാഹുവിനെ അറിയാം. അപ്പൊ അങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? പറ, നിങ്ങൾ പറ, എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? ഫാത്തിമാത്ത, അല്പം ഓളയും കൂട്ടി പറയാമോ? അവിടെ പ്രാർത്ഥനയുടെ രീതി പോലും നമ്മൾ മാറുകയാണ്. നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഞാൻ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത് അവന്റെ എല്ലാം അവസ്ഥയും അവന് രോഗം കൊടുത്തതും രോഗം മാറ്റുന്നതുമായ അള്ളാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറയും, പഠിച്ചവനെ ഇന്നയാൾക്ക് രോഗമാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയണ്ട, നിനക്കറിയാമെന്ന് എനിക്കറിയാം, കാരണം നീ മുമ്പും പിമ്പും അറിയുന്നവനാണ്. അതൊക്കെ എന്തിഷ്ടമാണെന്നല്ലോ ഇത് കേൾക്കുമ്പോൾ. കാരണം കൂടുതൽ കാഴ്ചപ്പാട് കിട്ടി ദുആ ചെയ്യുന്ന ആൾക്ക്. നിനക്ക് മുമ്പും പിമ്പും അറിയുന്നവനാണ്, നീയാണ് രോഗം നൽകിയത്, നീയാണ് രോഗം മാറ്റുന്നത്. ഇപ്പോൾ ആ രോഗി എത്രത്തോളം രോഗം അനുഭവിക്കുന്നു എന്നും എന്നേക്കാൾ നല്ലതുപോലെ നിനക്കറിയാം. ഞാനാണ് ടെൻഷൻ അടിക്കുന്നത്, ഡോക്ടറാണ് ടെൻഷൻ അടിക്കുന്നത്, നീ ഒരിക്കലും ടെൻഷൻ അടിക്കുന്നില്ല. അതുകൊണ്ട് പഠിച്ചവനെ, എന്റെ ആഗ്രഹം ആ രോഗം മാറി കിട്ടാനാ, എത്രയും വേഗം മാറ്റിത്തറമ്പേ. അതാണ് സാധനം. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അത് ഇവിടെ അള്ളാഹുവിന് പോലും അറിയാൻ മേലാത്ത രീതിയിലാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ പറയണം, ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെ പറ്റി. അള്ളാഹുവിനെ പറ്റി കൂടുതൽ പഠിക്കുന്നത് പഠിച്ചതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ തന്നെ അള്ളാഹു നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും. നോക്കിയേ, നമ്മൾ ഈ ഒരു 10-30 പേര് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് പഠിച്ചതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ, ഇപ്പോഴെങ്കിലും എന്നെ പറ്റി അവർ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളെ പറയണം ഇൻഷാ അള്ളാ. ടോട്ടലി പറഞ്ഞത് ഭൂതം ഭാവി എല്ലാം അള്ളാഹുവിന് അറിയാം. നമ്മളുടെ ജീവിതം, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ വിധി, ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എന്താണ്? തുർജഉൽ ഉമൂർ, അള്ളാഹുലേക്ക് എത്തും. കണ്ടോ? അപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് അള്ളാഹുലേക്കാണ് എത്തുന്നതും. നിലവിലുള്ള അവസ്ഥ അള്ളാഹുവിന്, നമ്മളെ അള്ളാഹു മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്തും നമ്മൾ എവിടെ നിന്ന് എക്സെപ്റ്റ് ചെയ്യാവുള്ളൂ, എക്സ്പെക്ട് ചെയ്യാവുള്ളൂ, പ്രതീക്ഷിക്കാവുള്ളൂ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ ജനങ്ങളുടെ കാര്യം എന്താ പറയുക, അവർ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കും. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് പോലും നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. മക്കളിൽ നിന്ന് പോലും നിങ്ങൾ എക്സ്പെക്ടേഷൻ നടത്തരുത്. അവർ നമ്മളെ നിരാശപ്പെടുത്തും. എക്സ്പെക്ടിങ് ടു അള്ളാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. എക്സ്പെക്ട് ഫുൾ അവിടുന്ന്. മറ്റുള്ളവർ നമ്മൾ ഒരു ബൗണ്ടറി ഇട്ടേ കാണാവുള്ളൂ. അവർ മനുഷ്യരാണ്, അവർക്ക് എപ്പോഴും വാക്ക് പാലിക്കാനോ അല്ലെങ്കിൽ ആ പരിമിതികൾക്കകത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യാനോ സാന്ത്വനപ്പെടുത്താനൊക്കെ സാധിക്കത്തുള്ളൂ. നമ്മൾ പരിധിയില്ലാതെ ഒരാളെ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നത്. ഓക്കെ, നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ എക്സ്പെക്ട് ചെയ്യാറുള്ളൂ. കാരണം അള്ളാഹുവിലേക്കാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് എത്തുന്നത്. ഈ ആയത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് എന്താണ് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിനാണ് പൂർണ്ണമായ ഇൽമുള്ളത് എല്ലാത്തിൻ്റെയും ഭാവി ഭൂത വർത്തമാനത്തെ കുറിച്ച്. രണ്ടാമത്തത്, എല്ലാം ചെന്നെത്തുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈവൻ ഇവിടുത്തെ തെളിയിക്കപ്പെടാത്ത തർക്കം പോലും, നീതി നിഷേധം പോലും, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹു ആണ്. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഒരു 2 പോയിന്റ് കിട്ടും. അള്ളാഹുവിന്റെ അടുത്ത് എല്ലാം എത്തും, ഒന്നും എത്താതെ പോകുന്നില്ല. എല്ലാത്തിനും ലാസ്റ്റ് ആൻസർ പഠിച്ചു. ഇനി 77, യാ അയ്യുഹല്ലദീന ആമനു, പടച്ചവൻ വിളിക്കാൻ പോവാ, നമ്മളെ വിളിക്കുവാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് യാ അന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് ഹെഡയിൽ കയറ്റി കണ്ട മുഅ്മിനീങ്ങളെ വിളിക്കുന്നത്. ഇതെല്ലാം സൂറത്തുൽ ഹജ്ജ് എല്ലാം പഠിച്ച് കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ വിളി കേക്ക്. എന്തോ പഠിച്ചാൽ വിളിക്ക. അള്ളാഹു എന്താ റബ്ബേ എന്തിനാ വിളിക്കുന്നേ? നീ ഒരു പണി ചെയ്യടാ, ഇർക്കഉ, നീ എനിക്ക് റുക്കൂ ചെയ്യും. അള്ളാഹുവിന് റുക്കൂ ചെയ്യാൻ 100 വട്ടം സമ്മതമല്ലേ? റുക്കൂ ചെയ്യാൻ നിങ്ങള് സമ്മതമാണ്. വസ്ജുദൂ, നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യാവോ? 100% ചെയ്യാൻ പഠിച്ചവനെ. കാരണം നിന്നെ പറ്റി പഠിച്ചപ്പം സുജൂദ് ചെയ്യാൻ ഏറ്റവും അർഹൻ നീയാണ്. അപ്പൊ നീ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുവോ? നെവർ. ചെയ്യുവോ? ഒരിക്കലും ചെയ്യില്ല. ചെയ്താൽ എന്റെ അത്രയും മണ്ടൻ ലോകത്ത് സൂറത്തുൽ ഹജ്ജ് പഠിച്ചിട്ട് ഇനി എങ്ങാനും സൃഷ്ടികളുടെ മുമ്പിൽ പോയി പ്രാർത്ഥനയോ കെഞ്ചലോ കേഴലോ നടത്തി കഴിഞ്ഞാൽ എന്റെ അത്രയും മണ്ടൻ ലോകത്ത് ആരുമില്ല. അപ്പൊ നീ സുജൂദ് ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. നീ റുക്കൂ ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നീ ആരാധിക്കുവോ? ഉറപ്പായിട്ടും ഞാൻ ആരാധിക്കും. ഇതല്ലേ നമ്മൾ ഉറപ്പായിട്ടും. വഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിന്റെ റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ച ആ തുഹ്രിജുൽ ഹയ്യം, ഇതൊക്കെ പറയണം. എന്താണ് ജീവന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ജീവൻ ചാർജ് ചെയ്യുന്ന നമ്മളൊരു ആയത്ത് പഠിച്ചായിരുന്നല്ലോ. അഹിയൽ എന്നുള്ള ആയത്ത്, ജീവിപ്പിക്കുന്നു, പിന്നെ മരിപ്പിക്കുന്നു, പിന്നെ സുമ്മ യുഹീക്കും, അല്ലെ? അതെല്ലാം കടന്നു വരണം നമ്മുടെ മുമ്പില്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നും ജീവൻ ആക്ടിവേറ്റ് ചെയ്ത് സൃഷ്ടിക്കുന്നു, നിങ്ങളെ പടിപടിയായി വളർത്തുന്നു, നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നെ ജീവിപ്പിക്കുന്നു. അങ്ങനെയുള്ള റബ്ബിനെ അല്ലേ? ആ റബ്ബിനെ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ റബ്ബിനെ നീ വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നീ ശിർക്ക് ചെയ്യുവോ? ഒരിക്കലും ഞാൻ ചെയ്യില്ല. വഫ്അൽ ഖൈറ, നീ നന്മ പ്രവർത്തിക്കുമോ? നന്മ പ്രവർത്തിക്കാം. അങ്ങനെയാണ് പഠിച്ചോൻ പറയാണ്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, തീർച്ചയായും നീ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്, നീ തന്നെയാണ് വിജയി. ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എന്ത് ചെയ്യണം? വീണ്ടും നമ്മളെ പഠിച്ചോ സുജൂദി കൊണ്ട് വീഴ്ത്തുക. അപ്പൊ രണ്ട് തിലാവത്തിന്റെ സുജൂദ് വരുന്ന സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അപ്പോ ഇവിടെ നമ്മള് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോയാൽ വീണു പോകൂലേ? ഇല്ലേ? വീണു പോകൂലേ? സമ്മതിച്ചു പോകൂലേ? വീണു പോകും. കാരണം അള്ളാഹു ഉറപ്പായും വീണു പോകും. ഉറപ്പായും വീണു പോകും. ഉറപ്പായും വീണു. അപ്പൊ ഞാൻ അള്ളാഹുവിന് സറണ്ടർ ആയി. അപ്പൊ ശരി, ഇൻഷാല്ലാ ഈ ഖുറാനെയും ഗൂഗിൾ മീറ്റ് കഴിയുമ്പം സുജൂദ് ചെയ്തേരെ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ പ്രതീക്ഷിക്കാം. തുഫ്ലിഹൂൻ, വിജയം പ്രതീക്ഷിക്കാം. അവിടെ പോലും വിജയം ഉറപ്പാന്ന് പറഞ്ഞില്ല. എന്താണെന്നറിയാം? തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ വാക്കിനകത്ത് ഈ ഖുറാനിൽ വിജയിക്കുക എന്ന് പറയുന്നതിന് അൾട്ടിമേറ്റ് സക്സസ് ഉണ്ട്. ആത്യന്തികമായ വിജയം, സ്വർഗത്തിൽ കയറുന്ന വിജയം. അതിനൊരിക്കലും തുഫ്ലിഹു എന്ന് പറയില്ല. അതിന് പറയുന്നത് ഫായിസൂൻ എന്നാണ്. ഉലൈക ഹുമുൽ ഫായിസൂൻ, ഫായിസീങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിജയം, അൾട്ടിമേറ്റ് സക്സസ്. അതിനപ്പുറത്തൊരു വിജയമില്ല. അതാണ് സ്വർഗം. തുഫ്ലിഹു എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വിജയമാണ്. മറ്റൊരു വാക്കുണ്ട് അറബിയിൽ നജാത്ത് എന്ന് പറയും. അത് ഭൂമിയിലെ സാധാരണ SSLC എക്സാമും തുടങ്ങിയ വിജയങ്ങളാണ്, കരിയർ അച്ചീവ്മെന്റ് ആണ് നജാത്ത്. മുഫ്ലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരലോകത്ത് ഭാഗികമായി ഒരു വേള വിജയിക്കുന്ന വിജയമാണ് മുഫ്ലിഹ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതിനകത്ത് ഫലാഹ് എന്നൊരു വാക്ക്, ഫതഹ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വിജയമാണ്. നജാത്ത് എന്ന് പറഞ്ഞാൽ മക്കം ഫതഹ് എന്നൊക്കെ പറയത്തില്ലേ നമ്മള്, എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ പാസ്സാകുന്ന വിജയം, ഒരു രാജ്യം വെട്ടിപ്പിടിക്കാത്ത പറയുന്നത്. അപ്പൊ മുഫ്ലിഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലാഹ് എന്നൊരു വാക്കുണ്ട്. ഫലാഹിൽ നിന്നുമാണ് മുഫ്ലിഹ് ഉണ്ടാകുന്നത്. എന്താണ് ഫലാഹ് എന്ന് പറഞ്ഞാൽ? ഫലാഹ് കൃഷിക്കാരൻ എന്നാണ് അർത്ഥം. കൃഷിക്കാരൻ. അപ്പൊ ഒരു കൃഷിക്കാരൻ വിജയിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത ചോദ്യം. ഒരു കൃഷിക്കാരൻ വിജയിക്കണമെങ്കിൽ
ആദ്യം അയാള് കൃഷി ഇറക്കാൻ പോകുന്ന മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റണം. 2, അവിടെ മുന്തിയ ഇനം വിത്തുകൾ ഇറക്കണം. പിന്നെ അയാൾ വെള്ളമൊഴിച്ച് കാത്തിരിക്കണം. അങ്ങനെ അയാളുടെ അമലാകുന്ന കർമ്മമാകുന്ന കൃഷി പച്ചപ്പ് നാമ്പിട്ട് വരുമ്പോൾ അതിനെ നാൽക്കാലികൾ കടിക്കാതെ എന്ത് ചെയ്യണം വരും? വേലി കെട്ടി സംരക്ഷിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്ന്, അതിനെ കൊണ്ടുപോകുമെന്ന്, ആളുകളുടെ കുറ്റം പറയരുതെന്ന്. കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അമലുകൾ നൈസായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന്. അപ്പൊ നാൽക്കാലികൾ കടിച്ചു തിന്നോണ്ട് പോകും. ഇങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി സംരക്ഷിക്കേണ്ടി വരും. അങ്ങനെ അമലുകളെ കാത്ത് 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 തൊയ്യിബായ ഹലാലായ രീതിയിൽ പടച്ചവനിലേക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ പോലും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കൃഷി എടുക്കാൻ വേണ്ടി മലക്കുകൾ വരും. നമ്മുടെ പറമ്പിൽ, നമ്മുടെ ലൈഫിൽ വരും. എന്നിട്ട് അവർ കെട്ടി പൊതിഞ്ഞോണ്ട് മുകളിലോട്ട് പോകും, മാർക്കറ്റിലേക്ക്, മഹിഷറയിലേക്ക്. അവിടെ പോകുമ്പം പഠിച്ചവൻ ചില ആളുകളുടെ ഓപ്പൺ ചെയ്യില്ല. ആ കൃഷി തൽക്കാലം മാറ്റി വെച്ചേക്കാൻ പറയും. അതെന്താ പറഞ്ഞിട്ട് പറ, എന്താ കാര്യം? പിണങ്ങി. കുടുംബത്തിൽ ബന്ധം മുറിച്ച ആളുകളുടെ പെട്ടി ഓപ്പൺ ചെയ്യില്ല. അപ്പൊ ഈ കൃഷി ഒന്നും ഇവിടെ ഓപ്പൺ ചെയ്യില്ല, മാറ്റി വെച്ചേക്കാൻ പറയും. പക്ഷെ എന്നാണോ അവൻ, ആ കർഷകൻ ആ പെട്ടി കുടുംബത്തിലെ ആളുകളെ ചേർത്ത് പിടിക്കുന്നത്, അപ്പൊ പഠിച്ചാൽ എന്ത് ചെയ്യും? അത് ഓപ്പൺ ചെയ്യും, തള്ളിക്കളയില്ല. പിന്നെ ചില ആളുകളുടെ കൃഷി അല്ല എടുക്കത്തേയില്ല. അയാള് ലോൺ എടുത്തായിരിക്കും കൃഷി തുടങ്ങിയത്. അയാള് പലിശക്ക് എടുത്തായിരിക്കും അയാളുടെ അമല്, പലിശപ്പുറത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അയാൾ ആലോചിക്കുക പോലും വേണ്ട, അയാളെ കൃഷി പൊങ്ങുന്ന അവസ്ഥ. പിന്നെ വേറെ ചില ആൾക്കാരുടെ കൃഷി മുകളിലോട്ട് പൊങ്ങൂല, വിളവ്. അതിന്റെ കാരണം അയാള് ഹറാമായ രീതിയിലായിരിക്കും സമ്പാദിച്ചിരിക്കുന്നത്. അയാളുടെ ഫുഡും അയാളുടെ വസ്ത്രവും അയാളുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ ഹറാമായിട്ടായിരിക്കും. ഹറാമായിട്ടായിരിക്കും. വാഹന കച്ചവടവും അതും ഇതൊക്കെ ചെയ്യുമ്പം ജയിക്കാൻ വേണ്ടി, കച്ചവടം നടക്കാൻ വേണ്ടി കള്ളത്തരം പറയുമല്ലോ, മറ്റുള്ളവരെ പറ്റിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെല്ലാം അയാളുടെ കൃഷി മാർക്കറ്റിലേക്ക് എത്താതെ വരും. നോക്കി, എന്ത് കർഷകൻ ഇത്രയും ചോദിച്ചോളൂ. അതായത് പലിശക്കാരനെ സ്വീകരിക്കാത്തത് നിലവിലുള്ള അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തൂല. ശരിയാ, അള്ളാഹുവിന്റെ അടുക്കൽ പലിശക്കാരൻ ചെയ്യുന്ന കർമ്മങ്ങള് ആ വാർക്കയുടെ മച്ചിന്റെ മുകളിൽ പൊങ്ങൂല, സ്വീകരിക്കൂല. ഇന്നലെ പറഞ്ഞത് തിരുത്തുണ്ട്. കാരണം പലിശക്കാരന്റെ അമൽ അങ്ങോട്ട് എത്തിയാൽ തന്നെ പഠിച്ചത് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ, പൊട്ടിക്കൂല. അപ്പൊ എന്നാണോ അവൻ പലിശയിൽ നിന്നും തൗബ ചെയ്ത് മാറുന്നത്, അവൻ അപ്പൊ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ അള്ളാഹു അത് പിന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ കയറാനുള്ള ചാൻസ് കാണാം, മേബി ഉദ്ദേശിക്കുന്ന വശം. ഓക്കെ, അപ്പൊ പറഞ്ഞതിന് മിസ്റ്റേക്ക്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും യുദ്ധം ചെയ്യാൻ താല്പര്യം? ജയിക്കത്തില്ല, ഇല്ല. അപ്പൊ പലിശക്ക് പലിശയുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിനോടും റസൂലിനോടും ഒരു യുദ്ധം ചെയ്യുന്ന ഖുർആനായത്തുണ്ട്. കാരണം എന്താ പറയാ, അവൻ ആ പലിശയിൽ നിന്ന് മോചിതനാകാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ല. അതിന് മുമ്പ് അവൻ മരിച്ചു പോകും, മരിച്ച പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ള, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ പറ്റാത്തവർക്കാണ് പലിശയുമായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. അവർക്ക് ഒരു മടിയില്ലാത്തത്. നമ്മുടെ ഓരോരുത്തരുടെ റിസ്ക് അള്ളാഹു ഓരോ ടൈപ്പിൽ ഇവിടെ ആക്കിയിട്ടുണ്ട്. ചിലവർക്ക് വിശാലമാണ്, ചിലവർക്ക് ഞെരുക്കമാണ്. എന്താ അള്ളാഹ്ക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ് തരാൻ മേലാത്തത്.
അള്ളാഹ് വിചാരിച്ചു, അത്രയും മതി. ആത്യന്തികമായി ദുന്യാവല്ലല്ലോ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നീ അങ്ങനെ നെരുങ്ങിപ്പോയാൽ മതി, അവിടെ ഞാനുണ്ട്. നീ സബറിന്റെ തലത്തിലാണ്. പക്ഷെ നിനക്ക് സബറിന്റെ തലത്തിൽ ഇരിക്കാൻ പറ്റില്ല. നിനക്ക് ശുക്രിന്റെ തലത്തിലൂടെ പോകുന്ന ആൾക്കാരെ പോലെ കണ്ട് ലോൺ എടുത്ത് അവരെ പോലെ വലിയ സെറ്റപ്പില് റിച്ച് ആയിട്ട് ജീവിക്കണം. എന്തിനു വേണ്ടി? നിന്റെ കാറ് മറ്റുള്ളവര് ഹോൾഡായോ? ഇപ്പൊ കേൾക്കാമോ? അപ്പൊ ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയാത്ത ആളുകളാണ് എപ്പോഴും പലിശയുടെ പുറകിൽ പോകുന്നത്. പിന്നെ കടം കൊണ്ട് രക്ഷയില്ലാതെ വരുന്ന ആളുകൾ, അവർ ചിലപ്പോൾ പലിശയിൽ പെട്ടുപോകും. അള്ളാഹുവിന് അവരെ അറിയാം. അപ്പൊ ആ നാട്ടിലെ സമ്പന്നരായ ആളുകളെ അള്ളാഹു പിടിച്ചു നിർത്തും നമ്മൾ പറഞ്ഞല്ലോ. അത് ഉറപ്പായിട്ടും ഇത്തരക്കാർ പലിശയിലേക്ക്, അഫ്സൽ ഫൗസി ലെഫ്റ്റോ, ഞാൻ തന്നെ എവിടെ ഇരിക്കണേ, അപ്പം പലിശയിലേക്ക് എത്താനുള്ള കാരണവും അവരെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തെന്ന ചോദ്യവും ആ നാട്ടിലെ സമ്പന്നരായ ആളുകളോട് ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കടത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ ഈ ജക്കാത്ത് എന്നൊക്കെ പറയുന്നത് ഇത്രയും പക്കായിട്ട് ഇസ്ലാമിൽ പറയാനുള്ള കാരണം ആളുകൾ ഇങ്ങനെ പലിശയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ്. ജക്കാത്ത് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിദരിദ്രരായ ആളുകളൊക്കെ പലിശയിൽ നിന്നും രക്ഷപ്പെടും. അപ്പൊ ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് തീ കൊണ്ടുള്ള വസ്ത്രവും തലയിലോട്ടുള്ള അടിദണ്ടൊക്കെ എത്ര നമസ്കരിച്ചാലും കിട്ടാനുള്ള കാരണം തന്നെ ഇതാണ്, ഒരു പരിധി വരെ. ഓക്കെ, പലിശയുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും പറയാൻ പറ്റും ചോദിച്ചപ്പോൾ. 70 നമ്മൾ സുജൂദ് ചെയ്യുന്ന ആയതിൽ അത് ഒരു ലാലക്കും തുഫ്ലിഹു എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ എപ്രകാരമാണോ വിജയിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കാത്തിരുന്ന് ലാസ്റ്റ് മീസാൻ വെക്കാം. അപ്പോ വിജയിക്കാം. വല്ലതും ചോദിക്കാനില്ലെങ്കിൽ ആ മൈക്ക് ഓഫ് ആക്കാമോ? സാഹിറ. ഇനി ലാസ്റ്റ് ആയത്ത്, ഈ സൂറത്ത് തീരാൻ പോകുന്ന അവസാനത്തെ ആയത്ത് വായിച്ചോളൂ. ആരെങ്കിലും വായിക്കാം? ഇല്ലേ? വായിക്കാൻ ആരും ഇല്ലേ? പ്രസംഗിക്കാൻ വന്നിരുന്നോ? മലയാളം. കണ്ടോ? ഗ്രാൻഡ് ക്ലോസിംഗ്. പഠിച്ചവൻ ലാസ്റ്റ് മോമിനീങ്ങളെ വന്ന് കുറച്ച് ഉത്തരവാദിത്തം പറഞ്ഞ്
ഇനി നിങ്ങൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ട രീതികളെ കുറിച്ച് പറഞ്ഞ് ഈ സൂറത്ത് അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ? വജാഹിദു ഫില്ലാഹി. ആദ്യം പറഞ്ഞ നിങ്ങൾ മുജാഹിദ് ആകാനാണ് പറയുന്നത്. വജാഹിദു ഫില്ലാഹി, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? മുജാഹിദ് ആകുക. അപ്പൊ ഈ മുജാഹിദ് ആകുക എന്ന് പറയുന്നത് മുജാഹിദ് സംഘടനയാകുക എന്നല്ല അതിന്റെ അർത്ഥം. മുജാഹിദ് പറഞ്ഞാൽ എന്താണ്? ജാഹിദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക. സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ. ഒന്ന്, ഒറിജിനൽ ബദറിന് പോകുന്ന ഫിസിക്കൽ സമരം. രണ്ടാമത്തത് മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം. ഇപ്പൊ നിങ്ങൾ കുടുംബത്തിൽ ഇന്ന് ഫർസീന കയറിയില്ലെന്ന് തോന്നല്ലേ? ഫർസീനക്ക് പറ്റിയ ആയത്തായിരുന്നത്. ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ ഷിർക്ക് ചെയ്ത് അങ്ങനെയുള്ള അള്ളാഹുവിനെതിരെ നിൽക്കുമ്പോൾ അവർക്കെതിരെ പോരാടി നിൽക്കുക. അവര് ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ആ ഫുഡിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ചില ആളുകളുടെ എതിർപ്പുണ്ടാവും. ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു മുജാഹിദായി മാറുക. ശരിക്കും നമുക്ക് മുജാഹിദ് എന്ന് പറയാനുള്ള ക്വാളിറ്റി പോലും ഇല്ല. യഥാർത്ഥ മുജാഹിദ് ആകാൻ അള്ളാഹു നമ്മളെ സൗഭാഗ്യം നൽകട്ടെ. അപ്പൊ ഇന്ന് ആളുകളെല്ലാം മുജാഹിദായി നടക്കുന്നത്. മുജാഹിദ് ആളുകളെ എത്ര കടമ ചവിട്ടി കിടക്കണം എന്നറിയോ? ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഒരിക്കലും മുജാഹിദ് ആകാൻ പറ്റില്ല. വജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി. കണ്ടോ? യഥാർത്ഥ ജിഹാദ് ചെയ്ത്, സമരം ചെയ്ത്, നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾ ജാഹിദീങ്ങളാകണം എന്റെ മാർഗത്തിൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എന്ന് പറയുന്നത് തീക്കട്ട പിടിക്കുന്ന പോലെ ആയിരിക്കും. കാരണം നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചില ആളുകളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ നമ്മളവിടെ ഇസ്ലാമിക നിയമം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിരിക്കും. അവർക്കൊന്നും ഇഷ്ടപ്പെടൂല. നമുക്ക് നമസ്കരിക്കാൻ പാടായിരിക്കും, നമുക്ക് മറ്റുള്ളതിനൊക്കെ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ക്ലാസ് പോലുള്ള മറ്റത് പറയുമ്പോൾ നമുക്ക് പല തടസ്സങ്ങൾ അവിടെ വരും. ചില ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്യും. അതിനെയൊക്കെ നമ്മൾ പൊട്ടിച്ചു വരണം. ഇപ്പൊ തന്നെ പോലും ഇപ്പൊ തറാവീഹ് നമസ്കാരത്തിനൊക്കെ വരാൻ പറ്റാത്ത പല ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്താണ്? സമരം ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് മുജാഹിദ് ആയിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീക്കട്ട പിടിക്കുന്ന പോലെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അതിനകത്തുണ്ട്. ഇസ്ലാമിനെ പിടിക്കാൻ ഒരു പാടായിരിക്കും, പക്ഷെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു പറയുന്ന ഈ ഒരു സരണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്പെഷ്യൽ കമാൻഡാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്കത് നിറവേറ്റുക എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ലായിരിക്കും. ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെ നിങ്ങൾ എങ്ങനെ അതിജയിക്കുന്നു, പോരാടുന്നു എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരിക. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഹുവജ്തബാക്കും, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്റെ പൊന്നെ നോക്കിയേ, ഓരോരുത്തരും പറയാം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു ഇസ്ലാമിന്റെ റെപ്രസെന്റീവായിട്ട്. ഓ ഹാജറ, ഓ ഫായിസ, ഓ ഷാഹിറ, ഓരോരുത്തരും പറയാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. നോക്കി, പഠിച്ചവൻ നമ്മളെ തെരഞ്ഞെടുത്തു എന്ന്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ല, അള്ളാഹുവിന്റെ ഹാജർ ബുക്കിൽ നമ്മുടെ പേരെഴുതി. സൂറത്തുൽ ഹജ്ജ് പഠിച്ചവൻ എന്നെ തിരഞ്ഞെടുത്തതാണ്, ഞാൻ ഇസ്ലാമിന്റെ റബ്ബാണ് എന്ന ഒരു ലെവലിൽ എത്തി. എന്താ ഇനി പറയുന്നത് നോക്കിയേ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഹറജ് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമുട്ട്. നിങ്ങളുടെ മേൽ ദീനിന്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പഠിച്ചവൻ പറയുന്നു. അതായത് ദീനിയായ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദീനിയായ രീതിയിൽ ജീവിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം നീ പ്രതീക്ഷിക്കരുത്. പിന്നെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നാൽക്കാലികൾക്ക് കൊടുക്കുന്ന കൂടത്തിൽ തരുന്നതാ. മനസ്സിലായോ? നീയൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത് ഇവിടെ ആടും പശുവും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കുന്ന കൂട്ടത്തില് സൈഡ് വേണേ വിഹിതം പറ്റിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഈ ലോകം തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പിൻപറ്റുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരു ദിവസം അത് ഇല്ലാതെ വരും. ഒരു ദിവസം അള്ളാന്ന് വിളിക്കാൻ ഈ ഭൂമിയിൽ ആളില്ലാതെ വരും. അന്ന് കഅബ ഒഴിഞ്ഞു കിടക്കും. തവാഫ് പോലും ചെയ്യാതെ ആളില്ലാതെ വരും. ഹജ്ജ് ചെയ്യാനും തവാഫ് ചെയ്യാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനും ആളില്ലാതെ വരുമ്പോൾ എവിടുന്ന് ഒരാൾ വരും. നമ്മുടെ മറ്റു സ്ഥലത്തിന്റെ പേരാണ് എപ്പോഴും മറന്നു. ഹബശ, ഇന്നത്തെ പേരെന്താ ഇല്ലേ, എത്യോപ്യ ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ വരും. അയാൾ കഅബയുടെ മുകളിൽ കയറി ആ കല്ല് ഇളക്കും. അങ്ങനെ കഅബ പൊളിക്കും.
കഅബ പൊളിച്ചു കളയും. കാരണം എന്താ, ഇനിയിപ്പോ ആരുമില്ല മുസ്ലിമീങ്ങളായിട്ട്. അങ്ങനത്തെ ഒരു ടൈം ഈ ഭൂമിയിൽ വരും. ലോകം അവസാനിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പൊ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്തെ ഞാൻ പിടിച്ചു നിർത്തിക്കുന്നത്. കഅബ പോലും അവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അള്ളാഹു നമ്മളെ എന്താക്കിയിരിക്കുന്നു? ഇസ്ലാമിന്റെ റെപ്രസെന്റ് ആക്കിയിരിക്കുന്നു. ഈ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്തില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിമ, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്താണ്. നോക്കിയാൽ ഇങ്ങോട്ട് കൊണ്ട് കണക്ട് ചെയ്തു. BC കഅബ പണിത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. മില്ലത്ത് ഇബ്രാഹിമും ഉമ്മത്ത് മുഹമ്മദുമാണ്. മില്ലത്ത് ഇബ്രാഹിമും ഉമ്മത്ത് മുഹമ്മദുമാണ്. മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർഗം, സരണി. ഇബ്രാഹിമിന്റെ മില്ലത്ത്. ഇബ്രാഹിം നബി സ്വലാം ദുആ ചെയ്തായിരുന്നു, റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ബഖറയിൽ ദുആ ചെയ്ത ആ ദുആയുടെ ഫലമാണ് പിൽക്കാലക്കാര് ഞങ്ങളുടെ സന്തതികളിൽ നിന്നും പഠിച്ചോനെ മുസ്ലിമീങ്ങളായ ആളുകളെ സന്താനങ്ങളായി നീ എനിക്ക് നൽകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ നമ്മുടെ വല്യുപ്പ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയാണ്. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ഷഹീദായി പോകുന്ന ഫലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകാതെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യത്യസ്തമായ കുഞ്ഞുങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമായിട്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ? സ്വർഗത്തില്. നാളെ പോകും. റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോ കുറേ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ആര്? വല്യാപ്പ. അതുകൊണ്ട് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ മില്ലത്താണ്, ആ സ്മരണയാണ് ഉളുഹിയ. അതാണ് നമ്മള് അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മള് സലാം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂതന്മാരും ക്രൈസ്തവരും എല്ലാം ഇബ്രാഹിം നബീനെ പിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇബ്രാഹിമി മില്ലത്തിൽ അവരില്ല. നമ്മൾ ഇബ്രാഹിം മില്ലത്തിലും ഉണ്ട്, മുഹമ്മദി ഉമ്മത്തിലും ഉണ്ട്. അപ്പൊ അള്ളാഹു നോക്കി ഒരു ചരിത്രം ക്ലോസ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിയിൽ കൊണ്ട് മാത്രം നമ്മളെ മുട്ടിക്കുന്നില്ല. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ക്ലോസ് ചെയ്യുന്ന നോക്കി എങ്ങോട്ടാണെന്ന്? നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് ഫോളോ ചെയ്യുന്ന മുഹമ്മദി ഉമ്മത്തിന്റെ ആളുകളാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പേരിടാൻ പോവാ അൽ മുസ്ലിമീൻ. മാഷാ അല്ലാഹ്, സമ്മാക്കും നിങ്ങൾക്ക് പേരിട്ട് തന്നു അൽ മുസ്ലിമീൻ. നോക്കി എത്ര ഗ്രേറ്റ് ലാൻഡിങ് ആണ് സുഹൃത്തുക്കളെ. മുസ്ലിമീങ്ങളെന്ന് നിങ്ങൾക്ക് പേരിട്ട് തരാൻ പോണ പഠിച്ചവൻ. മിൻ കബിൽ, മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഈ മില്ലത്തിനെ അടിയുറച്ച് പിൻപറ്റുന്നത് ആരാണോ അവർക്ക് മുസ്ലിം എന്ന് പഠിച്ചവൻ പേര് കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം. കാബ പഠിച്ചു കഴിഞ്ഞാൽ ഓ ഇബ്രാഹിമേ നീ മുസ്ലിം ആകു ഇബ്രാഹിമേ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളെ മുസ്ലിമായ അല്ലാതെ മരിപ്പിക്കരുതേ, വലഹ്ഖിനാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ എന്ന്. വതവഫനാ മിനൽ മുസ്ലിമീൻ. അപ്പൊ മുസ്ലിം എന്ന സാധനം പണ്ട് മുതലേ ഉണ്ട്. മുഹമ്മദി ഉമ്മത്തിലല്ല അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുസ്ലിം പണ്ട് മുതലേ ഉണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥനയാണ്. മുസ്ലിം ഉണ്ട്. ഇന്ന് നിങ്ങൾ മുഹമ്മദി ഉമ്മത്ത് ഫോളോ ചെയ്തോ, നിങ്ങൾ മുസ്ലിമാണ്. ഈസാ നബിയെ ഫോളോ ചെയ്തോ, അന്നത്തെ കാലത്ത് അവർ മുസ്ലിമാണ്. ദാവൂദ് നബിയെ മൂസാ നബിയെ ഫോളോ ചെയ്തോ, അന്നത്തെ കാലത്ത് അവർ മുസ്ലിമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏത് പ്രവാചകനാണോ വരുന്നത് ആ പ്രവാചകന്റെ 100% നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പഴയ എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റുകയും ഈ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുമാണ്. അപ്പോൾ ലാ നുഫർരിഖു ബൈന അഹദിൻ, ഞങ്ങൾക്ക് യാതൊരു പ്രവാചകന്മാരുടെ ഇടയിലും പഠിച്ചവനെ യാതൊരു വേർതിരിവുമില്ല. അങ്ങനെയാണ് അള്ളാഹു പറയുവാണ് വഫി ഹാദ, ഇങ്ങനെ നിങ്ങൾ മുസ്ലിം ആണെന്ന് പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇസ്ലാമിന്റെ റെപ്രസെന്റേറ്റീവുകളാണ്. ലി യകൂന റസൂലു ഷഹീദ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. റസൂൽ നിങ്ങളുടെ മേലും സാക്ഷിയാണ്, നിങ്ങൾ ജനങ്ങളുടെ മേലും സാക്ഷിയാണ്. 2 ടൈപ്പ് സാക്ഷിത്വമാണ്. ഒന്ന്, നമ്മളുടെ മേൽ ഒരു റസൂലിനെ അയച്ചു, ആ റസൂല് നമ്മളോട് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചോ ഇല്ലയോ എന്ന് നാളെ ആ റസൂലിനോട് അള്ളാഹു ചോദിക്കും. അപ്പോ
ആ റസൂലിനെ പിൻപറ്റിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് പറയും, അള്ളാഹുവേ, ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100% ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച അള്ളാഹു എന്ന് പറയും. അപ്പോ അവര് അവരെന്ത് കൊടുക്കും? റസൂലുള്ളാഹിക്ക് സപ്പോർട്ട് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഭാഗ്യം. അത് സഹാബത്താണ്. സഹാബത്ത് പറയും 100% ഞങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ അബൂജഹലും അബൂലഹബൊക്കെ മാറി നിന്ന് തലയും കുനിച്ച് സൂറത്തുൽ സജദയിൽ പറയും. ഇത് എന്താണ്? സൂറത്ത് സജദയിൽ പറയുന്നുണ്ടല്ലോ, നീ അവരെ കണ്ടാൽ നാകിസു റൂസിഹിം, അവരവരുടെ തല ഇങ്ങനെ കുനിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇതൊന്നും സാധിച്ചില്ലല്ലോ. നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. പഠിച്ചോനെ, ഞങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ജീവിതം തരുവാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഇസ്ലാമിന്റെ റെപ്രസെന്റേറ്റീവുകൾ ആകാം, ഞങ്ങൾ മുഹമ്മദ് റസൂലിനെ പിൻപറ്റാം. വേണ്ട, വേണ്ട, അവിടെ നില്ല്, മാറി നില്ല്. അപ്പൊ അങ്ങനെ പറയുന്ന റസൂലിന്റെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും റസൂലുള്ളാഹിക്ക് സാക്ഷ്യത്വം കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 1500 വർഷങ്ങൾക്ക് ശേഷം അതേ റസൂൽ നല്ല നെഞ്ചിലേറ്റി എന്റെ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമുക്ക് എത്ര വലിയ പ്രതിഫലമായിരിക്കും പഠിച്ചു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ സഹാബാക്കളിൽപ്പെട്ട 50 സഹാബാക്കളുടെ കൂലി അന്ന് വരുന്നവർക്കുണ്ടായിരിക്കുമെന്ന്. നമുക്ക് 50 സഹാബാക്കളുടെ പവർ ഉണ്ടെന്നാ പറഞ്ഞത് 1500 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക്. കാരണം തള്ളാൻ സാധ്യത കൂടുതൽ ഇന്നാണ്. അന്ന് തള്ളാൻ സാധ്യത കുറവായിരുന്നു. പക്ഷെ അന്ന് അവര് എടുത്തു. അപ്പൊ അന്ന് അവർ ആ റസൂലിന് സാക്ഷ്യത്വം കൊടുത്തു. അപ്പൊ ഇനി പിൽക്കാലത്ത് തക്കൂനും നിങ്ങൾ ആരാണ്? ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റ് ഇരിക്കുന്ന നിങ്ങൾ, മുസ്ലിമീങ്ങൾ എന്ന് പേരിട്ടവർ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇനി വെറുതെ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾ ഈ ഇസ്ലാമിന്റെ റെപ്രസെന്റേറ്റീവ് ആകുമ്പോൾ നിങ്ങളത് ജീവിച്ച് കാണിക്കണം. നിങ്ങളുടെ ഇനി മുതൽ നിങ്ങളുടെ ബിഹേവിയർ മാറും, നിങ്ങളുടെ സ്പീച്ച് മാറും, നിങ്ങളുടെ ക്യാരക്ടർ മാറും, നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആവും ലോകത്ത്. നിങ്ങൾ ഇനി കൺസ്യൂമറിസത്തിന്റെ ആൾക്കാരല്ല, നിങ്ങൾ ആരുടെയും അടിമകളല്ല, നിങ്ങൾ റബ്ബിന്റെ അടിമകളാണ്. നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ വീടിന്റെ കോൺസെപ്റ്റ്, നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി എല്ലാം ഇസ്ലാമിന്റെ ബേസിലായിരിക്കും നിങ്ങൾ ഇനി ജീവിക്കുന്നത്. അങ്ങനെ ലോകത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്ന ആ വാഗ്ദത്വം നിങ്ങൾ പൂർത്തീകരിക്കുന്നവരാണ്. എത്ര വലിയ ഉത്തരവാദിത്വം പഠിച്ചോ നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോ നിങ്ങളിലൂടെ ഇസ്ലാം എന്താകും? അടുത്തവരിലേക്ക് വ്യാപിക്കും. അപ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കും, നീ മുസ്ലിമായിട്ട് 60 വർഷം മൂവാറ്റുപുഴയിൽ ജീവിച്ചിട്ട് എന്തായിരുന്നു? എങ്ങനെ നീ ഇതിനെ അവതരിപ്പിച്ചു? എങ്ങനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു? എങ്ങനെ നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു? അപ്പോ ഞാൻ ഖുറാൻ ക്ലാസ് എടുത്ത നിങ്ങളടക്കം വന്ന് അവിടെ പറയും, അള്ളാഹുവെ, അഫ്സൽ ഫൗസി വന്ന് ഞങ്ങൾക്ക് റമദാനിൽ വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞങ്ങൾ ഉൾക്കൊണ്ടു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ടെന്ന്. നമ്മളിത് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവര് ഉൾക്കൊണ്ടവര് പറയും, ഇന്നയാള് പറഞ്ഞു പഠിച്ചവനെ, ഇന്നയാള് പറഞ്ഞു എന്ന്. അങ്ങനെ ജനങ്ങള് നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കും. നമ്മൾ ആർക്കാണോ പറഞ്ഞത്, റസൂലുള്ളാഹിക്ക് വേണ്ടി റസൂലുള്ളാഹിനെ ഉൾക്കൊണ്ടവര് നിൽക്കും, നമ്മൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞവര് നിൽക്കും. അങ്ങനെ ഒരു ചെയിൻ സർവീസ് ആയിട്ട് ഇത് അന്ത്യനാൾ വരെ പോകും. രണ്ട് പ്രശ്നം പറയാണ്, ഫഅഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നിങ്ങൾ ഇനി മുസ്ലിം എന്ന പേര് വെച്ചിട്ട് ഇനി നിങ്ങൾ നമസ്കരിക്കാത്തവരാകാൻ പാടില്ല. സക്കാത്ത് കൊടുക്കണം. കണ്ടോ, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത്
വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. കാരണം എന്താ? നിങ്ങളാണ് ഈ ലോകത്തെ ടോപ്പർ. നിങ്ങളാണ് ലോകത്തിന് നന്മ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ബാക്ക്വേർഡ് ആയി പോകാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും എന്താണ്, ഫോർവേഡ് ആയിട്ട് മുമ്പിൽ നിൽക്കണം. ബാക്കി വായിക്കാമോ? വഴത്തസിമു വഴത്തസിമു ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. ഹുവ, ആ അള്ളാഹുവാണ് മൗലാക്കും, നിങ്ങളുടെ മൗല. മൗല എന്ന് പറഞ്ഞാൽ ഏറ്റവും, എന്താണ് അർത്ഥം പറയുക? നമ്മള് വലിയ എന്നൊക്കെ പറഞ്ഞു നോക്കത്തില്ലേ, നമ്മുടെ യഥാർത്ഥ വലിയ, യഥാർത്ഥ രക്ഷകൻ, യഥാർത്ഥ ഗാർഡിയൻ, യഥാർത്ഥ സംരക്ഷകൻ അവനാണ്. എന്നിട്ട് പറഞ്ഞു പറയാം, ഫനി അമൽ മൗല, നിങ്ങളുടെ മൗല ഓ എത്ര നല്ലവനാണ്. വനി അമൻ നസീർ, എത്ര നല്ല സഹായിയാണ്. അങ്ങനെ ഈ സൂറത്ത് അവസാനിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ ആസ്വദിച്ച്, ലൈഫിൽ അതുപോലെ ആസ്വദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു സൂറത്ത് പഠിക്കാൻ പറ്റി. എല്ലാവരും അൽഹംദുലില്ലാഹ് പറയുക. അങ്ങനെ സുജൂദ് ചെയ്യുക. ഒരു ഖുർആനായത്ത് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറയ്ക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. നരകത്തിന്റെ തീ ആ കണ്ണിനെ സ്പർശിക്കില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ റമദാനില് എനിക്കിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് പോകണമെന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇത് ഈ ഇൻഫർമേഷൻ കൊണ്ട് തരാൻ വേണ്ടി ഇരിക്കുന്ന, ഞാൻ വേറെ ലോകത്തായിപ്പോയി. ഈ റമദാനില് അങ്ങനത്തെ ഫീലിംഗ് നിങ്ങൾക്കും ഇപ്പൊ എനിക്കുണ്ടായതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാഷാ അള്ളാ, ആ കണ്ണെന്ത് ചെയ്യില്ല, അള്ളാഹു നരകത്തിന്റെ തീ സ്പർശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കരമായ ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. ഇതാണ് ശരിക്കും വജിലത് കുലൂബ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ മുഹ്ബത്തീങ്ങളുടെ 4 ക്വാളിറ്റി. ഒന്ന്, ഹൃദയം പ്രകമ്പനം കൊള്ളുക, വല്ലാത്ത വൈകാരികതയിലോട്ട് നമ്മൾ പോവുക. അള്ളാഹു ഈ ഈമാൻ നമുക്ക് എപ്പോഴും നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി നയിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.